നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലപിള്ള. നമസ്കാരം രാജേഷ്. ബി.ജെ.പി സംസ്ഥാന ഘടകത്തിലെ ചില അഴിമതി ആരോപണങ്ങൾ, ചില സംസ്ഥാന ഭാരവാഹികളിലെ ചില നേതാക്കളെന്ന് അവകാശപ്പെടുന്ന ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ സമയത്ത് അവർ ഉണ്ടാക്കി വെച്ച സാമ്പത്തിക ക്രമക്കേടുകൾ, കൊടികൾ വാങ്ങുന്നത് മുതൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നവരെ പ്രചരണ രംഗത്ത് നടത്തിയ കോടികളുടെ സുഹൃത്ത്, ഇതൊക്കെ നമ്മൾ രേഖാമൂലം ഭാരത് ലൈവ് പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന്റെ ചില വാർത്തകൾ, മറ്റു കൂടുതൽ തെളിവുകൾ, കൂടുതൽ ശബ്ദരേഖകൾ ഒക്കെ ആയിട്ട് കൂടുതൽ ദൃശ്യ മാധ്യമങ്ങളും വാർത്താ ചാനലുകളും പത്രങ്ങളും ഒക്കെ, മുഖ്യധാര പത്രങ്ങളും ഒക്കെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അടിയുറച്ച് നിൽക്കുകയാണ്. ശരിക്കും സംസ്ഥാന സെക്രട്ടറി അവകാശപ്പെടുന്ന ഈ ആരോപണ വിധേയായ വ്യക്തി അവർ കഴിഞ്ഞ ദിവസം കൂടുതൽ പുതിയ ചില കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ശരിക്കും ശ്രീലാപിള്ള, എന്താണ് അവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബഹളം വയ്പിലൂടെ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ ദിവസമായി ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 7-ാം തീയതിയാണ് നമ്മൾ ആ വാർത്ത സംപ്രേഷണം ചെയ്ത്. ഇന്ന് 17-ാം തീയതി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ 10 ദിവസം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 10 ദിവസത്തിനിടയിൽ ആദ്യം വന്നത് ഒരു റിലീസായിരുന്നു. ആ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ആ റിലീസ് വ്യാജമാണ്, BJP ഓഫീസിൽ നിന്ന് ഉണ്ടാക്കിയതല്ല എന്നാണ് BJPയുടെ വാദം. ആ റിലീസ് വ്യാജമാണെങ്കിൽ BJP ഓഫീസിൽ നിന്ന് ഉണ്ടാക്കിയാണ്. അതിൽ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ അന്നത്തെ വാർത്തയിലും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വാർത്തയിൽ അന്ന് റിലീസ് ഇറക്കാൻ ഇവരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ആരും അറിയാതെ മാറ്റി നിർത്താനായിരുന്നു തീരുമാനം. റിലീസ് ഇറക്കിയിരുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി എന്റെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പെട്ടെന്ന് ഒരു റിലീസ്, ആ റിലീസ് BJP ഓഫീസിൽ നിന്ന് ഉണ്ടാക്കി ആരെങ്കിലും അയച്ചതാണോ അതോ വാർത്ത വ്യാജമാണെന്ന് നിഷേധിക്കാൻ വേണ്ടി, കാരണം എന്തെങ്കിലും പറഞ്ഞ് അത് എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ നിഷേധിക്കാൻ, അപ്പൊ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ റിലീസ് വ്യാജമാണോ എന്ന് BJP പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ റിലീസ് വ്യാജമാണ്, അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നീട് അതായത് ഈ വ്യാജം എന്ന് പറയുന്ന രേഖ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, നമ്മളൊരു വാർത്തയിലും അതിന് ഫോട്ടോ ഇട്ടില്ല. പിന്നെ നമ്മളെല്ലാം BJPയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. അവർക്ക് എന്തെങ്കിലും അത്തരം ഒരു ഡോക്യുമെന്റ് വാർത്താക്കുറിപ്പ് ഇടാറുണ്ടെങ്കിൽ അതിലിടുന്നുണ്ട്. അത് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. രണ്ടാമത് ഇട്ട ആ ഒരു യഥാർത്ഥ കത്ത്, രാജ്യചന്ദ്രശേഖരന്റെ യഥാർത്ഥമാണെന്ന് പറയുന്ന ആ രേഖ ഔദ്യോഗികമായി അവർ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടു. നമ്മൾ അത് മാത്രമാണ് കണ്ടത്, അതുപോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഒന്നുകൂടി വ്യക്തമായി. അതെ, തീർച്ചയായിട്ടും. രണ്ടാമത് ഈ റിലീസ് വ്യാജമാണെന്നൊരു പ്രസ്താവന ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ലാതെ റിലീസ് വ്യാജമാണ് എന്നുള്ള പ്രസ്താവന അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ കേസ് കൊടുത്തതിനെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റും ആ ഗ്രൂപ്പിലും വന്നിട്ടില്ല. കേസ് കൊടുത്തു എന്ന് പറയപ്പെടുന്നു. അപ്പൊ ആര് സാധാരണഗതി കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരും അന്വേഷിക്കാനൊന്നും പോകുന്നില്ലല്ലോ, പുറകെ കേസ് കൊടുത്തോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാം. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഒരു ഓഡിയോ പുറത്തു വന്നു എന്നുള്ളതാണ്. 31 ലക്ഷം രൂപ അഞ്ജനയ്ക്ക് കൊടുത്തു എന്നതും അതിൽ നിന്ന് 4.5 ലക്ഷം രൂപ തിരിച്ചു കിട്ടേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു ഓഡിയോ ആണ് പുറത്തു വന്നത്. ഞാനും ആ ഓഡിയോ കേട്ടിരുന്നു. ആ ഓഡിയോയിൽ അഞ്ജനയുടെ ശബ്ദമില്ല. അഞ്ജനയുടെ വാദം ശരിയാണ്, ആ ഓഡിയോയിൽ അഞ്ജനയുടെ ശബ്ദമില്ല. അഞ്ജന ഫോൺ എടുക്കാത്തത് കൊണ്ട്, അഞ്ജനയുടെ ശബ്ദമില്ലെന്നുള്ളത് 100% എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അഞ്ജനയും മറ്റാരും ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ കൺസേൺഡ് ആരുമായാണോ കരാർ ഉണ്ടാക്കിയത് അവർ അഞ്ജനയുമായി അടുത്ത് ബന്ധമുള്ള ആരോടോ സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് പള്ളിപ്പുറം വിജയകുമാർ ആണ് എന്നാണ് എനിക്കിപ്പോ ബോധ്യമായിട്ടുള്ളത്. ചില ആൾക്കാർ പറഞ്ഞ എന്റെ സൗണ്ട് എനിക്കറിയില്ല, എനിക്കിത് ആരാണെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സൗണ്ടിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ല. പള്ളിപ്പുറം വിജയകുമാറിനോട് മറ്റൊരാൾ സംസാരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവർ 3 പേരും നടപടി നേരിട്ടവരാണ്. പള്ളിപ്പുറം വിജയകുമാർ ആണെങ്കിലും പാങ്ങപ്പാറ രാജീവ് ആണെങ്കിലും ഈ അഞ്ജനയാണെങ്കിലും നടപടി നേരിട്ട 3 പേരാണ്. അതിൽ ഒരു സംശയമില്ല. ഈ സെക്കൻഡ് വരെ ഞാൻ പറയുന്നു, നടപടി നേരിട്ട ആൾ തന്നെയാണ്, ഇന്റേണൽ നടപടി നേരിട്ട ആളാണ് അഞ്ജന എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, അഞ്ജനയ്ക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. ഈ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്, ചില നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ രഹസ്യങ്ങൾ അറിയാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വാർത്തയുണ്ടായി. അടുത്ത ദിവസങ്ങളിൽ അഞ്ജനയോട് വിളിച്ചവരോട് അഞ്ജന പറഞ്ഞത്, ഞാൻ രാജീവ് ചന്ദ്രശേഖറുമായി നെഗോസിയേഷൻ ഉണ്ടാക്കും എന്നാണ്. അപ്പോൾ അത്രയധികം കോൺഫിഡൻസ് അഞ്ജനയ്ക്കുണ്ട്. എങ്കിലും അഞ്ജന കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മിണ്ടാതിരുന്നു. അതിനുശേഷം വീണ്ടും എനിക്കറിയാം, എന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അഞ്ജന വന്ന് തംസ് ഒക്കെ അടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം ഇതിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്നു. കാരണം സുരേഷിന് അഞ്ജനയെ തള്ളി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നേരം വരെ സുരേഷ് ഇന്റേണൽ നടപടി നേരിട്ട അഞ്ജന ഇന്നലെ പരാതി കൊടുക്കാൻ ചെല്ലുന്നു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, സാധാരണഗതിയിൽ ഒരു സംസ്ഥാന സെക്രട്ടറി പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയോട് ആരെങ്കിലും ഒരാൾ കാണില്ലേ? എന്താണ് BJP ഓഫീസിൽ നിന്ന് ഒരാണികളെ, ഒരു ഡ്രൈവറെയെങ്കിലും എന്താണ് പറഞ്ഞു വിടാതിരുന്നത്? ഒന്ന്. രണ്ട്, ഇനി അഞ്ജനയുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആരാണ് പറഞ്ഞു വിട്ടത്? അത് അന്വേഷിക്കേണ്ടതല്ലേ? അഞ്ജനയുടെ കുറെ മുമ്പിലും പുറകിലുമായൊക്കെ ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ ഒരാൾ പോകുന്നുണ്ടായിരുന്നു. അയാൾ മാധ്യമങ്ങൾക്കൊന്നും വെട്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അയാളെ ആരാണ് പറഞ്ഞു വിട്ടത്? അത് BJP വിശദീകരിക്കണം. ഒന്ന്.
ഇനിയും അതും അവിടെ നിൽക്കട്ടെ. അഞ്ജനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ആരെങ്കിലും ഈ പറഞ്ഞ പരാതി കൊടുത്തു എന്ന് പറയുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി അതിലൊരു ബി ജെ പിയുടെ ഔദ്യോഗിക ചുമതലയുള്ള ആരെങ്കിലും ഫേസ്ബുക്കിൽ പങ്കുവെച്ചോ? ബി ജെ പിയുടെ സ്റ്റേറ്റ് ഓഫീസ് ഗ്രൂപ്പിൽ പങ്കുവെച്ചോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അപ്പോ അഞ്ജന അതിനു മുമ്പ് തന്നെ, അതായത് നേതാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാം ഞാൻ കൊടുക്കുമെന്ന ശരീരഭാഷയുമായി കൃത്യമായി രംഗത്ത് വരുന്നതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ചരിത്രത്തിൽ ഇന്നോളം ഇങ്ങനെ ഒരു സംഭവം ബി ജെ പിയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. ബി ജെ പിയിൽ ആരെങ്കിലും നടപടി നേരിട്ടാൽ ആണുങ്ങൾ പോലും സംസാരിക്കാതെ അവർ ഒതുങ്ങി അവരവരുടെ കാര്യം നോക്കി പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ അഞ്ജനയെ കൊണ്ടുവന്നവരും അഞ്ജനയെ ആരൊക്കെയാണ് പ്രോത്സാഹിപ്പിച്ചത്, ആരൊക്കെയാണ് ഇതിന്റെ ഇടനിലക്കാരായി മാറുന്നത്, അവരെ എല്ലാം അഞ്ജന വെല്ലുവിളിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ അല്ലെങ്കിൽ വരുന്ന കോർ കമ്മിറ്റി വരുന്നതിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കൃത്യമായി തന്നെ ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം ഉയർത്തിക്കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി ഇങ്ങനെയൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും അദ്ദേഹം എത്തട്ടെ. കേന്ദ്ര നേതൃത്വത്തിന്റെ മുമ്പിൽ പരാതിയുണ്ട്, സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലും പരാതിയുണ്ട്. അത് പാർട്ടി പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയണ്ട. അദ്ദേഹം ഇറക്കിയ റിലീസിൽ ഇവർ നടപടി നേരിടുന്നില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇന്ന് വിശദീകരിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, അദ്ദേഹം തന്നെ പറയണമെന്നൊന്നുമില്ല. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറിക്ക് പറയാം. അദ്ദേഹം പറയട്ടെ അഞ്ജന നടപടി നേരിട്ടിട്ടില്ല എന്ന്. ഇന്റേണലായി ഒരു നടപടി അഞ്ജന നേരിട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയട്ടെ. അല്ലെങ്കിൽ അദ്ദേഹം അല്ലേ പത്രസമ്മേളനം നടത്തേണ്ടത്? അദ്ദേഹമല്ലേ അവരെയും കൂട്ടി പത്രസമ്മേളനം നടത്തേണ്ടിയിരുന്നത്? ഇന്ന് ഒരു ചാനലിൽ മാത്രം തന്നെ ഇപ്പോ ഒരു ചാനലിൽ ബൈറ്റ് പൊക്കോണ്ടിരിക്കുന്നുണ്ട് അവരുടെ. അങ്ങനെ ഒരു നടപടിയില്ല. അതായത് എനിക്കെതിരെ നടപടി വന്നാൽ നിങ്ങളെല്ലാം കുടുങ്ങും എന്നതാണ് അത് വ്യക്തമായി പറയുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ സുരേഷ് കൊടുത്ത ധൈര്യം തന്നെയാണ്. കാരണം നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ ഒറ്റക്കെട്ടായി അങ്ങ് നിന്നാൽ മതി, നമ്മൾ ഇത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക, എല്ലാരെയും പ്രതിസന്ധിയിലാക്കുക, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു തീരുമാനവും ഉണ്ടാകില്ല എന്ന തീർച്ചയായും അങ്ങനെ ഒരു സന്ദേശം അവർക്ക് ലഭ്യമായിട്ടുണ്ട്. അവർ പറയുന്നു പാർട്ടിയുടെ എല്ലാ പിന്തുണയും തനിക്കുണ്ട്, താൻ അതുകൊണ്ടാണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്നൊക്കെയാണ് അവരുടെ വാദം. അവർ പലവട്ടം ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അവർ തന്നെ അവരുടെ ഈ പണമൊക്കെ കട്ടുമുടിച്ച് എല്ലാം ചെയ്ത ശേഷം ആത്മഹത്യാ ഭീഷണി മുഴക്കി. അവർ പറഞ്ഞല്ലോ 2012 അവർ വീട് വെച്ചത്, വെറും 7.5 ലക്ഷം രൂപ മാത്രമേ ആ വീടിന് ലോണുള്ളൂ. എനിക്ക് പോലും നമ്മൾ ഒരു സ്ഥാപനം നടത്തുന്ന എനിക്ക് പോലും വെറും 7.5 ലക്ഷം എന്ന് ഉപയോഗിക്കാൻ കഴിയില്ല. ആ 7.5 ലക്ഷം അന്വേഷിച്ച് ഉണ്ടാക്കുന്നവർക്ക് അതൊരു വലിയ ലക്ഷമാണ്. 7.5 ലക്ഷം അല്ലേ? തീർച്ചയായും അല്ലേ രാജേഷ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ 7.5 ലക്ഷം വലിയ ലക്ഷമാണ്. ഒന്ന്. രണ്ട്, അടുത്തത് വലിയൊരു തുകയാണ്. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവരെല്ലാ ബാങ്കുകളും, എല്ലാ സഹകരണ ബാങ്കുകളും കേരളത്തിൽ അവർക്ക് എവിടെയൊക്കെ ലോൺ ഉണ്ടായിരുന്നോ ആ സഹകരണ ബാങ്കുകളിലെല്ലാം ലോൺ അടച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അനിൽ തിരുമല ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം നമുക്കറിയാം. ആ സമയത്തും ഇവരുടെ പേര് ഉയർന്നു വന്നതാണ്. ആ സമയത്ത് എന്തുകൊണ്ടാണ് ആ ലോൺ അവർ അടച്ചു തീർക്കാതിരുന്നത്? അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. അവർ വാഹനം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്ത ശേഷം എല്ലാവരെയും പ്രതിരോധത്തിലാക്കി, എല്ലാവരെയും പ്രതിസന്ധിയിലാക്കി, താൻ ഇപ്പോഴും സംസ്ഥാന സെക്രട്ടറിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് പോലും ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം അറിഞ്ഞോ? ഒരുപക്ഷെ ആ പരാതി ഇവർ കണ്ടതുമല്ല. കാരണം ആ പരാതിയിൽ പല ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുമുണ്ട്. ആ പരാതിയിൽ തുടക്കത്തിലെ ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ആണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ബി ജെ പിയുടെ ഔദ്യോഗികമേ ലെറ്റർ പാഡിലാണോ പരാതി കൊടുത്തത് അതോ വ്യക്തിപരമായിട്ടാണോ പരാതി കൊടുത്തിരിക്കുന്നത്? വ്യക്തിപരമായ പരാതിയാണ്, ലെറ്റർ പാഡിലല്ല. ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ അവർ പരാതി കൊടുക്കുന്നെങ്കിൽ ഒന്ന് വ്യക്തിപരമായി അവർ വ്യക്തിപരമായാണ് പരാതി കൊടുത്തിട്ടുള്ള, ബി ജെ പിയുടെ ലെറ്റർ പാഡിലല്ല. രണ്ട്, ഇനി അഥവാ അവർ പരാതി കൊടുത്തു വന്നിരിക്കട്ടെ, ഈ പരാതി എന്തിന്റെ പേരിലാണ് കൊടുത്തത്? ആ ഓഡിയോയിൽ ആരും പറഞ്ഞിട്ടില്ല. അവര് ആ കൊടിയുടെ കരാറായി ലഭിച്ചിട്ടുള്ള പണം അവർക്ക് കൊടുത്തു, ആ പണത്തിന് ബാക്കി കിട്ടിയില്ല, അത് പറഞ്ഞുകൊണ്ട് 2 പേർ അയച്ച ഓഡിയോ ആണിത്. ഇവരുടെ പിന്നിൽ ചില ആൾക്കാരുണ്ട്. അതായത് ആ ആൾക്കാർ ഈ സമ്മർദ്ദ തന്ത്രമായി നിൽക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഈ രേഖകളൊക്കെ ഞാൻ ശേഖരിച്ചു തുടങ്ങിയപ്പോഴും അതിനു മുമ്പും ഇത് വെച്ച് ബാർഗെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുള്ള ആൾക്കാരിൽ ചിലർ അവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലർ, ഈ രേഖകളൊക്കെ വെച്ച് ബാർഗെയിൻ ചെയ്ത് നിങ്ങൾ ആവശ്യമുള്ളത് നേടിയെടുക്കുന്നു. എനിക്ക് ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടും ബാർഗെയിനിങ് എന്റെ രീതി അല്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങനെ ഒരു ബാർഗെയിനിങ്ങിന് മുതിർന്നില്ല. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ രേഖകളും ശേഖരിക്കണം, എന്നിട്ട് ബാർഗെയിൻ ചെയ്യണം. ബാർഗെയിൻ ചെയ്തിട്ട് ആ ബാർഗെയിൻ ചെയ്ത് അവരിൽ നിന്ന് എന്താ നേടിയെടുക്കണം. എനിക്ക് അത്തരം ഇടപാടുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിന് പോയിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മുടെ ജോലി അതല്ല, നമ്മുടെ ജോലി ബാർഗനിങ് അല്ല, മാധ്യമപ്രവർത്തനമായതുകൊണ്ടും ബാർഗൈനിങ് എന്റെ ജീവിതകാലത്ത് ഒരിക്കലും ബാർഗൈനിങ്ങിന് പോകാത്തത് കൊണ്ടും അത്തരം ഇടപാടുകളിൽ ഇല്ലാത്തതുകൊണ്ടും പറയാനുള്ളത് മുഖത്തു നോക്കി പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് കൊണ്ടും നമ്മൾ അത്തരം ഇടപാടുകൾക്ക് പോയിട്ടില്ല.
ഇനി അടുത്തത് ഇത്, കാരണം ഇതിനു മുമ്പ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ആദ്യഘട്ടം എന്ന നിലയിൽ സുരേഷ് മാധ്യമങ്ങളെ പലരെയും വിളിച്ചിട്ടുണ്ട്. വാർത്ത വന്ന പല മാധ്യമങ്ങളെ, ഒന്നല്ല പല മാധ്യമങ്ങളെയും സുരേഷ് വിളിച്ചിട്ട് എനിക്ക് ഫ്രസ്ട്രേഷൻ ആണ്, ഞാൻ സുഷമാ സ്വരാജ് ആണെന്നാണ് എന്റെ വിചാരം, അതുകൊണ്ട് എനിക്ക് കിട്ടാത്തതൊക്കെ കിട്ടാത്തത് കൊണ്ടാണെന്ന തരത്തിലൊക്കെ പ്രചരണം നടത്തി. ഏതായാലും സുരേഷിന്റെ സുഷമാ സ്വരാജിനേക്കാൾ ഭേദമാണ് സുരേഷ് വീട്ടിൽ വളർത്തുന്ന, നാട്ടിലൊക്കെ നട്ടുപരിപാലിക്കുന്ന, എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണ്, ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതാണ്, നാട്ടിലൊക്കെ നട്ടുപരിപാലിക്കുന്ന, പാർട്ടിയിൽ നട്ടു വളർത്തുന്ന അത്തരം സുഷമാ സ്വരാജുകളെക്കാൾ വളരെ മുമ്പിൽ തന്നെയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ അത്തരത്തിൽ ആക്ഷേപിക്കാനും എനിക്ക് എന്തോ കിട്ടാത്തത് കൊണ്ടാണ് എന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കാനും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ അത്തരത്തിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമം നടത്തുന്നുണ്ട്. ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ വാർത്തകൾ ചമയ്ക്കാനുള്ള ശ്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. 1-2 വാർത്തകൾ അത്തരത്തിൽ വന്നിട്ടുണ്ട്. ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ കൊണ്ട് അത്തരത്തിലുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ BJPയിലെ അഴിമതിക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. BJPയെ ഒരു വിധത്തിൽ ഈ സെക്കൻഡിൽ ഞാൻ പറയുന്നു, BJPയുടെ ഐഡിയോളജിയെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. BJPയുടെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ആരെയും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അഴിമതി ആരോപണം ഇന്ന് വരെ ഞാൻ ഉയർത്തിയിട്ടില്ല. ഈ സെക്കൻഡിൽ ഇപ്പോൾ അഴിമതി, പലരും വന്ന് പല അഴിമതി ആരോപണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അഴിമതി എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. BJPയിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ അഴിമതി സർവ മേഖലകളെയും ലംഘിച്ചുകൊണ്ട് അഴിമതി മാത്രം എന്ന രീതിയിൽ, പാർട്ടിയേക്കാൾ ഉപരി അഴിമതി മാത്രം എന്ന രീതിയിൽ പാർട്ടി സംസ്ഥാന, ഈ അവിടുത്തെ ആധാരം അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. പാർട്ടി മാരാർജി ഭവന്റെ ആധാരം ആരുടെ കയ്യിലാണ് എന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം അത് അവിടെ ഉണ്ടോന്ന്. അത്തരത്തിൽ സർവ്വ മേഖലകളെയും സർവ്വ സീമകളെയും ലംഘിച്ചുകൊണ്ടുള്ള അഴിമതി നടന്നതുകൊണ്ടും അതുപോലെ തന്നെ പാർട്ടിയെ നശിപ്പിക്കുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ടുമാണ്. ഞാൻ പറയുന്നത് ആരും കേൾക്കണ്ട, ഞാൻ പറയുന്നത് എന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ സുരേഷും ഇവരും ഒക്കെ ചേർന്ന് ഈ തട്ടിപ്പിനെ കളമൊരുക്കിയത് എനിക്ക് ഫ്രസ്ട്രേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ സുരേഷ് നേരത്തെ അറിഞ്ഞിരുന്നു ശ്രീലയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് കട്ടുമൂടിക്കലും ഒക്കെ നടത്തണമെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല, സുരേഷിന്റെ ആ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ അതിൽ നിന്ന് ഇതാണ് കേരളത്തിലെ മുഴുവൻ കാര്യാലയങ്ങളും കയറി ഇറങ്ങി പ്രചാരകന്മാരെ എല്ലാം സ്വാധീനിച്ച്, അല്ലെങ്കിൽ പ്രചാരകന്മാരോടെല്ലാം, പക്ഷെ അവരാരും വലിയ സ്നേഹത്തിലും കൂടുതൽ സഹകരണത്തിലും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഞാൻ പറയാനുണ്ടതിൽ, 2 തവണ അതുകൂടി ഹൈലൈറ്റ് ആയി കൊടുക്കണം. 2 തവണ BL സന്തോഷിയെ കാണാൻ വേണ്ടി സുരേഷ് സമയം ചോദിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 തവണയും അദ്ദേഹം നിഷേധിച്ചു. ഇപ്പൊ അഞ്ജനയെ ചാടി ഇറക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് കൊണ്ടുവരുന്നത് തീർച്ചയായും സുരേഷിന് സമ്മർദ്ദ തന്ത്രമായി നിൽക്കാനാണ്. ഒരു സംശയം വേണ്ട, ഇതിന്റെ എല്ലാം പിന്നെ സുരേഷാണ്. സുരേഷ് കൊണ്ടുവന്ന ഒരാൾ, നമ്മൾ ഒരാളെ എന്തിന്റെ അടിസ്ഥാനത്തിലാ നമ്മുടെ ആളാക്കി, അല്ലെങ്കിൽ നമ്മളെ ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഒന്ന്, കഴിവ് അടിസ്ഥാന ഘടകമായിരിക്കണം. അവർക്ക് ഏതെങ്കിലും തരത്തിൽ, ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ ശമ്പളം പോലും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് അവരെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് 25,000 രൂപ വെച്ച് ആദ്യഘട്ടത്തിൽ കൗൺസിലറായി മത്സരിക്കാൻ അവരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ശമ്പളം നൽകിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അവരുടെ ശമ്പളം കൂട്ടി നൽകിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, വേറെ കേരളത്തിലെ ബാക്കി ആർക്കും കിട്ടാത്ത സൗകര്യങ്ങളും പണവും ഒക്കെ ഇവർക്ക് നൽകി. ഇവരുടെ കാലിബർ എന്തായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. BJPയിൽ നല്ല കൊള്ളാവുന്ന വേറെ പല സ്ത്രീകളും പല സ്ഥലങ്ങളും ഉണ്ട്. അവരാരും എങ്ങും എത്തുന്നില്ല. ഈ സംസ്ഥാന തലത്തിലേക്കൊക്കെ എത്തുന്നത് ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരുടെ ആൾക്കാർ മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള ആൾക്കാർ എത്തുന്നില്ല. ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്നു, നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, ഇതൊക്കെ ഏത് നേതാക്കന്മാരുടെ ആൾക്കാരാണ് ഇന്നത്തെ സംസ്ഥാന ഭാരവാഹി തലത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരും എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചു നോക്കൂ. നേതാക്കന്മാർ പങ്കിട്ടെടുക്കുകയായിരുന്നു, മഹിളാ മോർച്ച അടക്കം ഓരോ നേതാക്കന്മാരും അവരുടെ ആൾക്കാരെ ഇതിനകത്ത് കയറ്റുകയായിരുന്നു. യാതൊരു പ്രവൃത്തി പരിചയവുമില്ലാതെ എവിടെയെങ്കിലുമൊക്കെ സംസ്ഥാന ഘടകത്തിലേക്ക് വരുന്നത് തെറ്റൊന്നുമില്ല. സാധാരണഗതിയിൽ എങ്ങനെയാണ് ഒരാൾ വരുന്നത്? ഒന്നുകിൽ ഏതെങ്കിലുമൊക്കെ സംഘടനയിൽ പ്രവർത്തിച്ച ആൾക്കാരെ നമ്മൾ മറ്റ് സംഘടനകളിൽ ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും, സംഘപരിവാറിന്റെ തന്നെ സംഘടനകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടാവും. അവരെയൊക്കെ നമ്മൾ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് മാന്യമായ ഒരു സ്ഥാനം കൊടുത്തു കൊണ്ടുവരുന്നത് മനസ്സിലാക്കാം. പക്ഷെ ബേസിക് ആയ ഒരു പാർട്ടിയിൽ വരുമ്പോൾ ആ പാർട്ടിയിലെത്തുന്ന ആൾക്കാരെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? അവർ താഴെ തലം മുതൽ വരണം. ഞാൻ ABVPയിലുള്ള സമയത്ത്, ABVPയിൽ ഉമാകാന്തട്ടനായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഓർഗനൈസിംഗ് സെക്രട്ടറി. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി ജിജി ജോസഫ് ആയിരുന്നു എന്റെ ജില്ലയിലെ ഓർഗനൈസിംഗ് സെക്രട്ടറി. കോളേജ് തലത്തിൽ നിന്നാണ് വന്നത്. കോളേജ് തലത്തിൽ നിന്ന് ജില്ലാ തലത്തിൽ സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിൽ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു ദിവസം രാവിലെ എന്നെ ഒരാൾ വിളിച്ചിരുന്ന ദേശീയ NECയിലേക്ക് നിങ്ങളെ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല.
നമ്മൾ പ്രവർത്തന പരിചയമുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്, ഓരോ കാര്യത്തിലും കഴിവുള്ളവരാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഏതെങ്കിലും ഒന്നുകിൽ നല്ല സംഘാടകനായിരിക്കണം, ഒന്നുകിൽ നന്നായി പ്രസംഗിക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇതൊന്നുമില്ലാത്ത ഒരാളെ, ജോലി ചെയ്തിരുന്ന ഒരാളെ, ഏതോ ഒരു മെഡിക്കൽ കോഡിംഗ് കമ്പനി ജോലി ചെയ്തിരുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മെഡിക്കൽ കോഡിംഗ് കമ്പനി ജോലി ചെയ്തിരുന്ന ഒരാളെ വിളിച്ചുകൊണ്ടുവരുന്നു. ശരി, വിളിച്ചുകൊണ്ടുവരുന്നത് തെറ്റൊന്നുമില്ല, കൊണ്ടുവരാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് കഴിവുള്ളവരായിരിക്കണം. ആ കഴിവും കാര്യപ്രാപ്തിയും ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് അങ്ങേയറ്റം അവരോധിക്കുക, അതിനുശേഷം അഴിമതി കാണിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുക, അത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ വെല്ലുവിളിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്നലെ തന്നെ എന്താ സംഭവിച്ചു? ഇന്നലെ പരാതി കൊടുക്കാൻ പോകുന്നു. അവർ പരാതി കൊടുക്കാൻ പോകുമ്പോൾ ആദ്യം ജനം ടിവിയിൽ അറിയുന്നു, ജനം ടിവിയിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്ക് അറിയുന്നു, ജനം ടിവിയിൽ നിന്ന് അറിയുന്നതല്ല, ഇവർ തന്നെ ഏഷ്യാനെറ്റിന്റെ ആളെ ഇവർ തന്നെ വിളിച്ചുകൊണ്ട് വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ അറിയാനിടയായ സാഹചര്യത്തെ കുറിച്ച് ഞാൻ ഇതാരാണ് ഇവരെ ഇത്രയും മാധ്യമപ്രവർത്തകർ എങ്ങനെ അവിടെ വന്നു എന്നതിനെ സംബന്ധിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു. അപ്പൊ പരാതി കൊടുക്കാൻ പോകുന്നുവെന്ന് പാർട്ടി പോലും അറിയാതെ, പാർട്ടി അറിഞ്ഞിട്ടില്ല, ഇവരുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവരികയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടിയല്ല വിളിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പാർട്ടി ഓഫീസിൽ നിന്ന് അഞ്ജന പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ, അഞ്ജന ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ ഗ്രൂപ്പിൽ വരണ്ടേ? നമ്മളെല്ലാം ഗ്രൂപ്പിൽ അംഗമാണല്ലോ, എന്താണ് ആ ഗ്രൂപ്പിൽ വരാഞ്ഞത്? അപ്പൊ സ്വന്തം നിലയ്ക്ക് ഇതൊക്കെ ചെയ്തിട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇന്ന് വരെ കേരള BJP-യിലോ സംഘപരിവാറിന്റെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലോ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിട്ടില്ല. ആ സ്ത്രീക്ക് നിൽക്കാൻ അറിയാം, അതുപോലെ തന്നെ എല്ലാവരുടെയും കള്ളത്തരങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ സുരേഷിന്റെ കള്ളത്തരങ്ങൾ, സുരേഷിന്റെ ഗാങ്ങിന്റെ കള്ളത്തരങ്ങൾ അറിയാം. അതുകൊണ്ട് സുരേഷിന് മിണ്ടാൻ കഴിയില്ല. ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടില്ല ആരും. എനിക്കറിയാം, ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ABUP-യിലൊക്കെ ഒരാളുടെ അനുവാദമില്ലാതെ ഒരക്ഷരം, അതായത് സംസ്ഥാനത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറി പറയും ആരെങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ചരിക്കണമെന്ന്. ആ ഓർഗനൈസിംഗ് സെക്രട്ടറി പറയുന്നത് അനുസരിച്ച് മാത്രമേ ചരിക്കാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് BJP-യുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിക്ക് ഇവരെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയത്? എന്താണ് അതിന്റെ കാരണം? അപ്പൊ അതിൽ നിന്നെല്ലാം വ്യക്തമാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന സുരേഷിന്റെ സുഷമ സ്വരാജ് എന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. BJP-യിലെ അഴിമതികളെ കുറിച്ച് മാത്രമാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളും തെളിവുകളും ഉണ്ട്, അത് ഞാൻ വിട്ടു. കാരണം ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അവിടെയും ഒരു കാര്യം ഞാൻ പറയുന്നു, നിങ്ങൾ വ്യക്തിപരമായി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ നിങ്ങൾ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യങ്ങളെ പാർട്ടി അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടരുത്. അതായത് വ്യക്തിപരമായി നിങ്ങൾ ആരെങ്കിലും സൗഹൃദം പുലർത്തുകയോ എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്തോളൂ, പക്ഷെ അതാണ് ഈ പാർട്ടിയിലേക്ക് വരാനുള്ള മാനദണ്ഡമെന്നും അങ്ങനെ വ്യക്തിപരമായി സൗഹൃദം കീപ്പ് ചെയ്താൽ മാത്രമേ പലർക്കും ഇവിടേക്ക് കടന്നു വരാൻ കഴിയുള്ളൂ എന്നുള്ള മാനദണ്ഡം മാറ്റപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. കഴിവുള്ളവർ ഈ പാർട്ടിയിൽ വരണമെങ്കിൽ, അതായത് മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും വിഭിന്നമായി എന്തുകൊണ്ടാണ് BJP-യിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നത്? BJP-യുടെ അവിടുത്തെ സംസ്കാരം, നമ്മളോടുള്ള ഇടപെടൽ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും, ഞാൻ വളരെ ഇപ്പോഴും പറയുന്നു, എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്കൊരു മോശം അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരു പക്ഷേ BJP-യും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും. ഞാൻ ഒറ്റയ്ക്ക് വളരെ ചെറിയ പ്രായത്തിൽ എന്റെ വീട്ടിൽ നിന്ന് എന്നെ ആകെ വിടുന്നത് ഈ പറയപ്പെടുന്ന ABUP പ്രവർത്തകരോടൊപ്പം മാത്രമാണ്. എന്റെ കൂട്ടുകാരോട് പോലും അധിക സമയം സംസാരിക്കാൻ സമ്മതിക്കാതിരുന്ന എന്റെ അച്ഛനും അമ്മയും എന്നെ വിടുന്നത് ABUP പ്രവർത്തകരോടൊപ്പം മാത്രമായിരുന്നു. ഏത് സ്ഥലത്തും എന്നെ വിടുമായിരുന്നു ABUP പ്രവർത്തകരോട്. അത്രയ്ക്ക് വിശ്വാസവും അത്രയ്ക്ക് കൃത്യതയും അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരാളും നമ്മളെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിൽ നമ്മളോട് മിസ്ബിഹേവ് ചെയ്യാൻ വരികയോ ചെയ്യില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇന്നും ഏത് കാര്യാലയത്തിലും ഏത് സമയത്തും നമുക്ക് സ്വസ്ഥമായി കയറി ചെല്ലാൻ കഴിയുന്ന ഇടമാണ്. ഒരു പേടിയും കൂടാതെ കയറി ചെല്ലാം. അത്തരത്തിൽ ഏതെങ്കിലും പാർട്ടി ഓഫീസിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ കഴിയുമോ? ഒരു പാർട്ടി ഓഫീസിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല. ഇനി കോൺഗ്രസിന്റേതാണെങ്കിലും അതുപോലെ തന്നെ CPM-ന്റേതാണെങ്കിലും ഒന്നും അത്തരത്തിൽ എനിക്ക് തോന്നുന്നില്ല. പല ആരോപണങ്ങളും പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട് ഈ പാർട്ടി ഓഫീസുകളെ സംബന്ധിച്ചുമൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, വേറിട്ട രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, സംസ്കാരവും മാന്യതയും കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, അഴിമതിരഹിത പ്രതിച്ഛായ കേന്ദ്രത്തിലുള്ള ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ അഴിമതിരഹിത പ്രതിച്ഛായയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തകരുടെ ആവശ്യമാണ്. ഈ പാർട്ടി വളരുകയും ചെയ്യണം. ഈ പാർട്ടി പുറത്തുനിന്ന് കൊണ്ടുവരുന്നവരെ ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സ്ട്രക്ചർ എന്ന് പഠിപ്പിച്ചുകൊണ്ട് തന്നെ, ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഐഡിയോളജി എന്ന് പഠിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രത്യേക ശിബിരം വേണമെങ്കിൽ സംഘടിപ്പിക്കണം. അത്തരം ആൾക്കാരെ ഈ പാർട്ടി ഇങ്ങനെയാണ്, ഇതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിക്കില്ല, ഇത് മാത്രമേ സംഭവിക്കൂ, ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള വിഘാതം വന്നാൽ അന്ന് പുറത്താക്കും എന്ന മെസ്സേജ് തന്നെ കൊടുക്കണം.
ഇതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ഇതിനകത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമോ ഫ്രസ്ട്രേഷനോ ഒന്നും ഒരു തരത്തിലുള്ള ഒന്നും പുലർത്തുന്ന ആളല്ല. എന്തിനു ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവണം? മാധ്യമ പ്രവർത്തകയായി ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്തു. കേരളത്തിലെ പത്രം, ചാനൽ, അതുപോലെ തന്നെ ഓൺലൈൻ, മൂന്നിലും ജോലി ചെയ്തു. അത്യാവശ്യം മോശം ആരും പറഞ്ഞിട്ടില്ല എനിക്ക് പണിയറിയില്ല എന്ന്. പിന്നെ ഞാൻ എന്തെങ്കിലും പ്രശ്നം, ഒരു സ്ഥലത്തും എനിക്കുണ്ടായ പ്രശ്നങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല, നിലപാട് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും സ്ഥാപനത്തിൽ തിരിച്ചു പറയേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിലപാട് കൊണ്ട് മാത്രമാണ്. നിലപാട് കൊണ്ടല്ലാതെ എനിക്കൊരു ശത്രുക്കളുമില്ല. പേഴ്സണലി വ്യക്തിപരമായി എനിക്കൊരു ശത്രുക്കളുമില്ല. ഞാൻ ഉയർത്തുന്ന നിലപാടുകൾ ചിലർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു, എന്റെ വാദഗതികൾ ചിലർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുന്നു, കൃത്യമായ മറുപടി പറയുന്നു, അത് ഇഷ്ടപ്പെടാതെ വരുന്നു, ഏതെങ്കിലും അഴിമതിക്കെതിരെ പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളത്തരത്തിനെതിരെ പ്രതികരിക്കുന്നു. അതുകൊണ്ട് എന്നെ അങ്ങ് മോശക്കാരിയാക്കി ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തു. ആ വാർത്ത 100% കൃത്യമായ ഒരു വാർത്ത. ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു സ്ഥാപനം പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട്. ആ പേര് പറയാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? പേരിന് അയാൾ അർഹനല്ല, അയാളുടെ ഭാഷ. ഞാൻ അയാളെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ആ ഫോളോ ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് അയാളുടെ ഭാഷ അറിയില്ലായിരുന്നു. ഇയാളുടെ ഭാഷയും അതിനുശേഷവും ചില മനുഷ്യരുണ്ട്, അത് മനുഷ്യർക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വരി പറഞ്ഞാൽ 2 വരി ഏതെങ്കിലും സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഉള്ള വരികൾ പറയാം. അത് പറഞ്ഞെങ്കിലേ അവർക്ക് സമാധാനം കിട്ടുള്ളൂ. എനിക്ക് നല്ല മലയാളം പറയാൻ അറിയുന്ന ആളാണ്. നല്ല മലയാളത്തിൽ സംവദിക്കുന്നവരോട് മാത്രമേ ഞാൻ മറുപടി പറയൂ. അതുപോലെ എന്നോട് ശത്രുതയുള്ള ആരെങ്കിലും എനിക്കെതിരെ വാർത്ത ചെയ്താലോ അവരെന്തെങ്കിലും കഥ ഇറക്കിയാലോ ഞാൻ മറുപടി അർഹിക്കുന്നവർക്ക് മാത്രമേ ഞാൻ മറുപടി പറയാറുള്ളൂ. അല്ലാത്തവർക്ക് ഞാൻ മറുപടി പറയാറില്ല. അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാൻ പോകാഞ്ഞത് ആ വിഷയത്തിൽ. ആ പോസ്റ്റ് ഇട്ടപ്പോൾ ഇവർക്കൊക്കെ ഒരു ഊർജം വന്നു. അതായത് അത് അയാൾ മുതലെടുക്കുകയായിരുന്നു. എനിക്കിപ്പോ BJP അനുഭാവികളായി ചിലർ എന്നെ തെറ്റിദ്ധരിച്ച്, ചിലർക്കൊക്കെ 90% പേർക്കും എനിക്ക് 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച ശേഷം ഈ പ്രതിസന്ധികളും അവർക്ക് ചില മാനസിക പ്രശ്നങ്ങളും ടെൻഷൻസും ഒക്കെ ഉണ്ടായി ഈ സംഘടനയിൽ നിന്ന് പോയിട്ടുള്ള പലരും എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചിട്ടുണ്ട്. 40 വർഷം മുമ്പ് പ്രവർത്തിച്ചവർ പോലും. ഒരുപക്ഷെ രാമപിള്ള സാറിന്റെ കൂടെ ഒക്കെ പ്രവർത്തിച്ച പല ആൾക്കാരും എന്നെ വിളിച്ചു. നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് കാര്യം പറയുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്നുള്ള ബോധ്യം ആ കേൾക്കുന്നവർക്കുണ്ടോ? അതിൽ തൽപര കക്ഷികൾക്ക് മാത്രമേ അതിനോട് എതിർപ്പുള്ളൂ. അതെനിക്ക് പ്രശ്നമല്ല. നമ്മുടെ വാർത്ത ഇപ്പോഴും ഞാൻ പറയുന്നു, ആ മാധ്യമ പ്രവർത്തകനെ ആ സ്ഥാപനം പുറത്താക്കിയതാണ്. പുറത്താക്കി കഴിഞ്ഞു. ആ വാർത്ത നമ്മൾ ചെയ്തപ്പോൾ അതിനെതിരെ നിയമ നടപടി നേരിടുമെന്ന് പറഞ്ഞിട്ട് വളരെ വൃത്തികെട്ട ഭാഷയിൽ, ആ ഭാഷയിൽ ഞാൻ പ്രതികരിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഒരാൾ അയാളുടെ സംസ്കാരം പഠിക്കുന്ന അയാളുടെ വീട്ടിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ്. എന്റെ അമ്മയും അച്ഛനും എന്റെ കുടുംബവും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും ആ ഭാഷ പറയുന്നവരല്ല. അതുകൊണ്ട് അത്തരം ഞാൻ എന്റെ ഫേസ്ബുക്ക് ഇത്രയും വർഷത്തിൽ, ഞാൻ കഴിഞ്ഞ 15 വർഷമായി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളാണ്. 2010 മുതൽ 16 വർഷമായി ആ ഫേസ്ബുക്കിൽ നോക്കൂ, ആരെങ്കിലും വന്ന് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ മോശം പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ അവരോട് മോശം പറയുകയോ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഉള്ള ഒരു കമന്റും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ഫ്രസ്ട്രേഷൻസ് ഉള്ളവരാണ്. ഒരു വരി എഴുതുമ്പോൾ 4 വരി ഇത് എഴുതും. അങ്ങനെ എഴുതുന്ന ചില സംഘപരിവാർ ആൾക്കാരുണ്ട്, എനിക്കറിയാം. എന്തെഴുതിയാലും ഇത് തന്നെ അവസാനം എത്തിച്ചേരുന്നത് ഇത്തരം വൈകൃതങ്ങളിലാണ്. അപ്പൊ അത്തരം വൈകൃതങ്ങളിലുള്ളവരോട് മറുപടി പറയാൻ ഞാനില്ല. അത്തരം വൈകൃതങ്ങളുള്ളവർ അവരുടെ വൈകൃതം എഴുതി തീർക്കുകയോ പറഞ്ഞു തീർക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ കാര്യമൊന്നുമില്ല. അത് ഞാൻ മൈൻഡ് ചെയ്യുന്നുമില്ല. അപ്പോ ഇവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായി ഈ പറയുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്, ഈ അഞ്ജന എന്ന മുൻ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ മാറ്റി നിർത്തപ്പെട്ട മുൻ സംസ്ഥാന സെക്രട്ടറി, ഇപ്പൊ ശരിക്കും ഇപ്പോൾ BJP സംസ്ഥാന ഘടകത്തിനെതിരെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ഈ പരാതിയിലടക്കം ഘടകത്തിനെതിരെയാണോ അതോ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുത്ത 2 കാര്യമാണല്ലോ. ഒന്നുകിൽ ഘടകത്തിനെതിരെയാവാം, അല്ലെങ്കിൽ സമ്മർദ്ദ തന്ത്രമായി നിൽക്കുക. അതിന്റെ പിന്നിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ അനങ്ങിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട്. അവരും ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും, അയാൾ എന്തൊക്കെ തരത്തിൽ അദ്ദേഹം ഒഴിയാൻ ശ്രമിച്ചാലും, ഈ പറയപ്പെടുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏതൊക്കെ തരത്തിൽ ഒഴിയാൻ ശ്രമിച്ചാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? അദ്ദേഹത്തിന്റെ നോമിനിയാണ് അവർ എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഒരു നോമിനി ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ ആവശ്യമില്ലാതെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അപ്പൊ അയാൾ കാണിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. നമ്മളിപ്പോ സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ ഒരാളെ ജോലിക്ക് പറഞ്ഞു വിട്ടു, അയാൾ അവിടെ ജോലി ചെയ്തു ജീവിച്ചു, അവിടെ എന്തെങ്കിലും കാണിച്ചെങ്കിൽ നമ്മൾ ഉത്തരവാദിയല്ല. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. അവരെ ഇവിടെ കൊണ്ടുവരുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു, അനർഹമായ പലതും കൊടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു, അവർക്ക് ഈ സ്റ്റേറ്റ് ഓഫീസിന്റെ മുഴുവൻ ചുമതല കൊടുക്കുന്നു. അവസാനം പറയാൻ പോകുന്ന ഒരു കാര്യം, സ്ത്രീ ആയതുകൊണ്ട് അഴിമതി കാണിക്കില്ല എന്ന് വിചാരിച്ചാണ് വെച്ചതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹം കൈയൊഴിയും.
അദ്ദേഹം കൈയൊഴിയാനുള്ള ശ്രമം രണ്ട് കാര്യമാണ്. ഒന്നുകിൽ അദ്ദേഹം കൈയൊഴിയാൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ ആഞ്ഞു പിടിക്കാനുള്ള ശ്രമമായിരിക്കും നടത്തിക്കൊണ്ടുണ്ടാവുക. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടെ ഇവിടെ സമ്മർദ്ദതന്ത്രമായി നിലനിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് ഏറ്റവും കൂടുതൽ ശരിയാവാനുള്ള കാരണം സമ്മർദ്ദതന്ത്രത്തോടെ നിലനിൽക്കുക, ആ സമ്മർദ്ദതന്ത്രത്തിൽ താനും കൂടി രക്ഷപ്പെടുക, അതായത് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോവുക എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞു വെക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ വരുന്ന കോർ കമ്മിറ്റിയൊക്കെ വരാൻ പോകുന്നു. അപ്പൊ അതിനു മുമ്പ് ഇങ്ങനെയുള്ള പി കെ കൃഷ്ണദാസ് പറഞ്ഞ നടപടി ഉണ്ടായിട്ടില്ല എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ പി കെ കൃഷ്ണദാസ് പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. പി കെ കൃഷ്ണദാസ് ഒരു വാർത്താ സമ്മേളനം നടത്തട്ടെ, നടപടി നേരിട്ട്. കഴിഞ്ഞ ദിവസം നടന്ന പഠന ശിബിരം, കൊല്ലത്ത് നടന്ന പഠന ശിബിരത്തിൽ ഇവരെന്താണ് പങ്കെടുക്കാഞ്ഞത്? പ്രശിക്ഷൺ ശിബിരമോ എന്നാണ്ട് ഒരു ശിബിരം നടക്കുന്നുണ്ട്. ആ ശിബിരത്തിൽ ഇവരെന്താണ് പങ്കെടുക്കാഞ്ഞത്? അപ്പൊ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെ എന്താണ് വേദിയിൽ ഇരുത്താഞ്ഞത്? ഇവരവിടെ ചുറ്റുമട്ടത്ത് ഒരു ദിവസം പോയി ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ അവരെ വേദിയിലൊന്നും ഇരുത്തിയിട്ടില്ല. കൊല്ലത്തിന്റെ ചുമതലയുള്ള ആളാണ്. എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? അപ്പോ എന്തുകൊണ്ടാണ് നടപടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വരാനുള്ള സാഹചര്യം എന്താണ്? നടപടി ഇല്ലെങ്കിൽ ഇന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തട്ടെ. അപ്പോ ഇത് ജനങ്ങളുടെ മുന്നിൽ ഇപ്പോ പരാതി കൊടുത്തു, ശരിയാണ്, അവരുടെ ശബ്ദം അതിനകത്തില്ല. അവരുടെ ശബ്ദം ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവർക്ക് പണം കൊടുത്തു എന്ന് തെളിയിക്കുന്ന രേഖ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഈ പരാതിയിൽ ഒന്നും ഉണ്ടാവില്ല. ചുമ്മാതെ ആൾക്കാരെ വിളിച്ചു കൂട്ടി കമ്മീഷണർ ഓഫീസ്, ഇപ്പൊ എനിക്കും കൊടുക്കാം ഒരു പരാതിയിൽ ആ പരാതി കൊടുത്തുകൊണ്ട് എഫ്ഐആർ ഇടുന്നുണ്ടോ? എഫ്ഐആർ ഇടില്ല. പരാതി അവിടെ ചുരുട്ടി കൂട്ടി കിടക്കും. ഞാൻ പരാതി കൊടുത്തിരുന്നല്ലോ, പിന്നെ ഡിഫാമേഷൻ കൊടുത്തല്ലോ. എവിടെ ഡിഫാമേഷൻ കൊടുത്തു? തുടങ്ങുന്നല്ലേ നല്ലത്. കാരണം ഇത്തരം ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അവരുടെ പരാതി ഇല്ലെങ്കിലും പോലീസ് അന്വേഷിക്കുമ്പോൾ സമഗ്രമായ അന്വേഷിക്കണം. അവരുടെ പരാതിയിൽ ഈ ഓഡിയോ ക്ലിപ്പ് ആരാണ്? ഞാനതാ പറയുന്നത്. ഇത്രയും വലിയ പരാതി ഉള്ളതുകൊണ്ട് ആ പരാതിയിൽ ഈ ഓഡിയോ ക്ലിപ്പ് ആരുടേതാണ്? ഈ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് ആരുടെ ഫോണിൽ നിന്നാണ് ഈ ഓഡിയോ ക്ലിപ്പ് വന്നത്? ഈ ഓഡിയോ ക്ലിപ്പ് എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഈ ഓഡിയോ ക്ലിപ്പിന്റെ ഈ ആധികാരികത, ഇവർ പണം കൈമാറിയിട്ടുണ്ടോ? പണം കൈമാറിയ രേഖയുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണ്ടേ? ഇവരുടെ അക്കൗണ്ടിൽ അനധികൃതമായി പണം വന്നിട്ടുണ്ടോ? ഇവർ ഏതൊക്കെ ബാങ്കിൽ പണം അടച്ചിട്ടുണ്ട്? പോലീസ് അന്വേഷിക്കണം, ഇൻകം ടാക്സ് അന്വേഷിക്കണം ഇവർക്കെതിരെ. ഇവരെയും അതുപോലെ തന്നെ സുരേഷ് അടക്കമുള്ളവരെ ഇൻകം ടാക്സിന്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതല്ലേ? അവരൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? കേരളത്തിലെ പോലീസ് എന്തുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്? അപ്പോ ഇതിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ക്രൈം ചെയ്ത ശേഷം വീണ്ടും അത് ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോ അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് പാർട്ടിയുടെ കാര്യമാണ്. പറയാനുള്ളത് പറഞ്ഞു. ഇനിയും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഒരു കാര്യം ഞാൻ പറയാം, അതിന്റെ പേരിൽ ഈ പറയുന്നതിന്റെ പേരിൽ ഒരു കാര്യം കൂടി പറയുന്നു. ഈ പറയുന്നതിന്റെ പേരിൽ എന്നെ ഏത് തരത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചാലും അതിനുള്ള തെളിവുകളുമായി വേണം ഇകഴ്ത്തി കാണിക്കാൻ വരാൻ. ഇല്ലെങ്കിൽ ഞാൻ നിയമ നടപടി സുപ്രീം കോടതി വരെ ഞാൻ പോകും. അത് 100% ഉറപ്പും. നിങ്ങൾ തെളിവൊക്കെ കൊണ്ടുവന്നോളൂ, നിങ്ങൾക്ക് തെളിവുകളുമായി മാത്രമേ വരാവുള്ളൂ. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും ഞാൻ അതിനുള്ള ശ്രമം ആരംഭിക്കും. കാരണം അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ, ഞാൻ ചാരവനിതയാണെന്നോ വേറെ ആരുമായി ചേർന്ന് ചാരപ്രവർത്തനം നടത്തുന്നുവെന്നോ അങ്ങനെ അത്തരത്തിൽ വളരെ മോശമായി, അത് മാത്രമല്ല വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അത് ഞാൻ നിയമപരമായി നേരിടും, അതിന് യാതൊരു സംശയവുമില്ല. നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണല്ലോ, അല്ലാതെ നമ്മൾ രാഷ്ട്രീയക്കാരല്ല. നമ്മളൊക്കെ എനിക്ക് വാർത്ത കൊടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം വാർത്ത കൊടുക്കുക അതിന് മോശപ്പെട്ട രീതിയിൽ പരാമർശം നടത്താൻ സംസ്ഥാന സെക്രട്ടറി തന്നെ ചുക്കാൻ പിടിക്കുന്നത്. എന്നെ ഇകഴ്ത്താൻ സംസ്ഥാന സെക്രട്ടറിയാണ് ചുക്കാൻ പിടിക്കുന്നത്. നമ്മൾ ഇതിനപ്പുറം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പല വിഷയങ്ങളിലായിട്ട്. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ BJP-ക്കാർക്ക് ബുദ്ധിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. കാരണം പല വാർത്തകളും കേന്ദ്രത്തിലും മാധ്യമപ്രവർത്തകരൊക്കെ പലപ്പോഴും പല വാർത്തകളും കൊടുക്കാറുണ്ട്. അവിടെയെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കുറിച്ച് മോശം പറയുക ഒന്നുമില്ല. അടുത്ത ദിവസം BJP ഓഫീസിൽ ചെന്നാലും അവർ ചായ എടുത്ത് തന്നെ അവിടെ ഇരിച്ച് സംസാരിക്കും. മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാൽ ഡൽഹിയിലെ BJP-യുടെ ഓഫീസിൽ ചെല്ലുന്നവർക്കാണ് അത് മനസ്സിലാവും. പല മാധ്യമപ്രവർത്തകർക്കും അത് അറിയുകയും ചെയ്യാം. അതുപോലെ ഏതെങ്കിലും രീതിയിൽ എതിരഭിപ്രായം പറയുന്നവരെ പിന്നെ ജീവിതകാലം മുഴുവൻ അവരെ ശത്രുവായി പ്രഖ്യാപിക്കുക, അവരുടെ പുറകെ നടക്കുക, ശല്യം ചെയ്യുക, ഇത്തരം പരിപാടികളൊന്നും അവിടെ ഇല്ല. പല ആൾക്കാരും, ഞാൻ പറഞ്ഞില്ലേ, നരേന്ദ്രമോദിക്കെതിരെ ഒരു വ്യാജ CD ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭാ സമ്മേളനം വിളിക്കാൻ ശ്രമിച്ച ആം ആദ്മി പാർട്ടിയുടെ ആൾ ഇന്ന് കേന്ദ്രമന്ത്രിയാണ്. അവരങ്ങനെയാണ്. എതിരഭിപ്രായമുള്ളവരെ അവരുടെ എന്താണ് കാര്യം അത് അഡ്രസ് ചെയ്യും. ആ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങൾ അവർ അത് മാറ്റും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അതൊന്നുമല്ല, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എന്നെ വിളിക്കാൻ പേടിയായതുകൊണ്ടായിരിക്കും. എന്നെ വിളിക്കാൻ ഇവർക്കൊക്കെ കുറച്ച് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്നവരോട് എന്നെ കുറിച്ച് മോശം പറയുന്നുണ്ട്. അതാണ് എന്റെ പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം. വേറൊന്നുമല്ല, എന്റെ പ്രശ്നം അതാണ്. എനിക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ല. ഒരു കാലത്തും ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ അഴിമതി കാണിക്കുകയോ എന്റെ പേരിൽ ഏതെങ്കിലും ക്രിമിനൽ കേസോ ഞാൻ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി നടത്തുകയോ ഒന്നും എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഏതാണ്ട് ഒരു
15 വയസ്സിൽ 10th പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ ലീഡറാണ്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ പൊതുസമൂഹത്തിൽ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഞാൻ എവിടെയും പോയിട്ടില്ല. പൊതുസമൂഹത്തിൽ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. പിന്നെ കൃത്യമായ അഭിപ്രായം പറയുന്ന ഒരാളെന്ന രീതിയിൽ ഇഷ്ടമല്ലാത്തവർ പലതും പറയും. അതിലെന്നും ഒരു തെളിവുമില്ലാതെ, ഒരു കാര്യത്തിലും ഒരു തെളിവോ അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ പലരും പലതും പറയും. ആ പലതും കേട്ടുകൊണ്ട് എന്നെ കുറിച്ച് ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നാൽ അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ ബോധ്യം അവർക്ക് വേണം. മറ്റ് CPM-കാരും കോൺഗ്രസ്സുകാരും ഒക്കെ എന്നെ ആക്രമിച്ചാൽ എനിക്കത് മനസ്സിലാക്കാം. പക്ഷെ അവര് പോലും എന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പറയുന്നതായിട്ട് എനിക്ക് ഇന്ന് വരെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് BJP പ്രവർത്തകരിൽ നിന്ന് തന്നെയാണ്. പലപ്പോഴും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ, ഏതെങ്കിലും നേതാവിനെ വിമർശിക്കുമ്പോൾ അണികൾ ഇറങ്ങി തെറി വിളിക്കുകയാണ്. സുരേന്ദ്രന്റെ കാലത്തും ഇത് വലിയ രീതിയിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. സുരേന്ദ്രന്റെ കാലത്തെ പോലീസ് കേസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരാൾക്കെതിരെ. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പോലീസ് പരാതിയായി പോകേണ്ട സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വളരെ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ഞാൻ പറയുന്നത്. എനിക്കെതിരെ അനാവശ്യമായി ഏതെങ്കിലും തരത്തിൽ ഇനി സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രചാരണം നടത്തി. ഇനി ഞാൻ ഏതായാലും സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക്, ദേശീയ ജനറൽ സെക്രട്ടറിക്ക്, ഓർഗനൈസിംഗ് സെക്രട്ടറിക്ക് പരാതി നൽകുന്നുണ്ട്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ നോക്കാം. നന്ദി ശ്രീലത.